IPL കിരീടം നേടിയ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ വിക്ടറി പരേഡ് ഇത്തവണ ഉണ്ടാകില്ല. ബംഗളൂരുവിൽ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കഴിഞ്ഞ തവണത്തെ ആൾക്കൂട്ട ദുരന്തവും പരേഡ് ഒഴിവാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അനിൽ വാസുദേവ് വിവരങ്ങളുമായി. അനിൽ, സാധാരണഗതിയിൽ കിരീടം നിലനിർത്തുമ്പോൾ വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഒരാഘോഷവും പാടില്ല എന്നൊക്കെയുള്ള നിർദ്ദേശം നേരത്തെ തന്നെ വന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ വിക്ടറി പരേഡും ഒഴിവാക്കി അല്ലേ? അങ്ങനെ തന്നെയാണ് അനുജ. കഴിഞ്ഞ തവണയാണ് ആദ്യമായി IPL ചാമ്പ്യന്മാരായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മാറുന്നത്. അന്ന് അവർ കാത്തിരുന്ന് കിട്ടിയ കിരീടം ആഘോഷിക്കാൻ വലിയ ദുരന്തത്തിലാണ് അന്ന് അത് കലാശിച്ചത്. ടീം മുൻകൂട്ടി അറിയിക്കാതെ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഒരുക്കാതെ നടത്തിയ വിക്ടറി പരേഡ് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടത്തോടുകൂടി ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട 11 പേർ മരിക്കുകയും 50-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അത് വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ വിക്ടറി പരേഡുകൾ അല്ലെങ്കിൽ വിജയാഘോഷങ്ങളിലൊക്കെ തന്നെ പിന്നീട് വലിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാൻ പോലും അതിന് കാരണമായി. വീണ്ടും ഒരിക്കൽ കൂടി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചാമ്പ്യന്മാരാകുമ്പോൾ അവർ ഒന്നുകൂടി മതിമറന്ന് ആഘോഷിക്കാൻ ഇരുന്നതാണ്. പക്ഷേ ഇത്തവണയും വിക്ടറി പരേഡ് ഉണ്ടാകില്ല എന്നതാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ബംഗളൂരു പോലീസ് യാതൊരു തരത്തിലുള്ള ബൈക്ക് റാലിയോ റോഡ് ഷോയോ ഒന്നും തന്നെ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നത് ടീമിന്റെ വിക്ടറി പരേഡ് ഉണ്ടാകും നിയന്ത്രണങ്ങളോടെയെങ്കിലും എന്നതായിരുന്നു. പക്ഷേ പുതിയ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ കർണാടകയിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുകയാണ്. പല VVIPകളും ഒക്കെ തന്നെ വരാനിരിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ലോക് ഭവനും മറ്റു പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് കനത്ത സുരക്ഷാ വലയത്തിലാണ്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ വിക്ടറി പരേഡ് ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ആൾക്കൂട്ട ദുരന്തവും കഴിഞ്ഞ തവണത്തെ അനിഷ്ട സംഭവങ്ങളും ഒക്കെ തന്നെ മനസ്സിലുണ്ട്. എന്തായാലും ബംഗളൂരു ആരാധകർക്ക് വീണ്ടും നിരാശയാണ്. അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾ അവരുടെ ടീം കിരീടവുമായി വരുമ്പോൾ അവർക്കൊപ്പം ആഘോഷിക്കാനുള്ള അവസരം തുടർച്ചയായ 2ാം വർഷവുമില്ല എന്നതാണ് അനുജ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.